ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ വലുതായിട്ട് ഫോട്ടോ എടുക്കുന്നില്ല, ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് വലിയ ക്യാമറകളൊന്നും ഇല്ലാതെ എങ്ങനെ നല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പം വലിയ പ്രൊഫഷണൽ ക്യാമറ എന്ന് പറയാൻ പറ്റുന്നത് എൻ്റെ ഇരിക്കുന്നത് ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയാണ്. അത് കനോൺ 80D ആണ്. അപ്പോൾ ഞാൻ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ 85mm ലെൻസാണ് വോക്കിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഇന്ന് ഞാൻ 70-50mm ലെൻസാണ് നമ്മുടെ വോക്കിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എങ്ങനെ നമുക്കൊരു സാധാരണ ലെൻസിലോ ക്യാമറയിലോ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ചിലപ്പോൾ ഒരു ഫോട്ടോ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളായിരിക്കും. എങ്ങനെയാണ് ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഞാനിപ്പം ബേബി ഫോട്ടോസാണ് എടുക്കുന്നത് നിങ്ങൾക്കറിയാം. പ്രൊഫഷണൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കോമ്പിനേഷനാണ് 70-50mm സിഗ്മ ലെൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ കിറ്റ് ലെൻസ് ഇല്ല, എങ്കിൽ ഞാൻ കിറ്റ് ലെൻസ് എടുത്തുകൊണ്ട് വന്നേനെ. ഈ വഴി ഇച്ചിരി സൈലൻ്റ് ആയിട്ടുള്ള വഴിയാണ്, അതാണ് ഞാൻ ഈ വഴി നിന്ന് ചൂസ് ചെയ്തത്. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ വണ്ടിയുടെ ഒത്തിരി സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വെച്ചാൽ സിംഗിൾ വേർഡിൽ പറഞ്ഞാൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ റീടച്ചിങ് പഠിക്കുക എന്നുള്ളതാണ്. ലൈറ്റ് റൂം മാത്രം പഠിച്ചാൽ പോരാ. ലൈറ്റ് റൂം പഠിച്ചാൽ നമുക്ക് ഏകദേശം കളർ ബ്രൈറ്റ്നസ് അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോഷോപ്പ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ ചിത്രത്തിൻ്റെ പുറകിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ഒരു വണ്ടി കിടക്കുന്നു നമ്മുടെ മെയിൻ സബ്ജക്റ്റിൻ്റെ പുറകിൽ, ബ്ലർഡായിട്ടാണ്, പക്ഷേ അതൊക്കെ ഒന്ന് മാറ്റുവാണെങ്കിൽ ഫോട്ടോ കുറച്ചുകൂടെ ക്ലീൻ ആവും. അപ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് കിട്ടും. ഞാൻ എന്തായാലും 1-2 ഫോട്ടോസ് എടുക്കാൻ നോക്കാം അങ്ങനെയുള്ള. എന്നിട്ട് എഡിറ്റിംഗ് ഞാൻ ഇതിനകത്ത് കാണിക്കത്തില്ല. നമുക്ക് എഡിറ്റിങ്ങിന് ഒരു പ്ലേലിസ്റ്റ് ഓൾറെഡി ഉണ്ട്. ഫോട്ടോഷോപ്പിൽ ലൈറ്റ് റൂമും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഞാനത് ഈ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം മേളിൽ, നിങ്ങളത് നോക്കുക. എഡിറ്റിംഗ് അറിയാൻ പറ്റാത്തവരാണെങ്കിൽ അങ്ങനെ എഡിറ്റിംഗ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാം. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ 50% ഫോട്ടോ എടുക്കുന്നത്, ബാക്കി 50% കമ്പ്യൂട്ടറിലുമാണ് പണി. അപ്പോൾ ആ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. നമുക്ക് എന്തായാലും ഷൂട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സംഭവം അല്ലാത്തൊരു ഷോട്ടാണ്. നമുക്കിതൊന്ന് പിന്നീട് ഫോട്ടോഷോപ്പിലോ ലൈറ്റ് റൂമിൽ നിന്ന് ചെയ്ത് കിടിലമാക്കാൻ ശ്രമിക്കാം. അതിൻ്റെ ഒരു സംഭവം കാണിക്കാണല്ലോ നമ്മൾ ചെയ്യുന്നത്. കുറേ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ ഒരു ഡിസ്ട്രാക്ഷനാണ്. അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാം. എന്തായാലും ഇച്ചിരി കറക്റ്റ് എക്സ്പോഷർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു ഫോട്ടോ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഈ എക്സാമ്പിൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ഫോട്ടോ എന്ന് വേണമെങ്കിൽ മാത്രം പറയാം. ഷട്ടർ സ്പീഡ് 200, f2.8, ISO 100 ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും റോഡ് സൈഡിലെ ചെറിയൊരു പൂവിൻ്റെ പടമാണ് എടുക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തോളമാണ്. ഞാൻ നമ്മുടെ ഷട്ടർ ഇച്ചിരി കൂടെ ഒന്ന് അപ്പുറത്തെ ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടുകയാണ് ബാക്ക്ഗ്രൗണ്ട് എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. കാരണം നമ്മളൊരു ഡെമോ ആണല്ലോ ഇന്ന് ചെയ്യുന്നത്. ഇപ്പോഴും അത്യാവശ്യം ബ്ലർഡാണെന്ന് പറയാം. ഇങ്ങനെ സൈഡിലേക്ക് പോകാം. ഞാൻ പെട്ടെന്നൊരു ഫോട്ടോ എടുത്തു, കാരണം ഒരു കാർ വരുന്നുണ്ടായിരുന്നു. നമുക്ക് ആ കാറിനെ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊരു ചിത്രം എടുത്തു. ഓക്കെ, നമ്മളപ്പോഴേ 2-3 ഫോട്ടോസ് എടുത്തു. 3ലും അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് എലമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമുക്കത് ഫോട്ടോഷോപ്പിൽ ലൈറ്റ് റൂമിലൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാം. ഞാനത് എഡിറ്റിംഗ് പോർഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ലൈറ്റ് റൂമും ഒക്കെ നോക്കുക. നമ്മുടെ പ്ലേലിസ്റ്റ് പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വേറെ പിക്സ് ഇംപെർഫെക്റ്റിൻ്റെ ഒക്കെ നല്ല ട്യൂട്ടോറിയൽസ് ഉണ്ട് ഫോട്ടോഷോപ്പിൻ്റെ ലൈറ്റ് റൂമിൻ്റെയൊക്കെ. ഒന്നെങ്കിൽ അവ ഫോളോ ചെയ്യുക, ഫോട്ടോഷോപ്പിൽ ലൈറ്റ് റൂം പഠിക്കുക. ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.